ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ക്ലേ ഉണ്ട്. ഈ ക്ലേനെ നമ്മളുടെ ഒരു ഈ പിക്ചർ പിന്നെ ഈ പിക്ചറിന് 4 ഭാഗങ്ങൾ 6 ഭാഗങ്ങളായി ഇങ്ങനെ ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു ഭാഗം എടുത്തിട്ട് പിന്നെ അതിന് പോയിന്റർ ആക്കിയിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് പിന്നെ അതിനെ സെയിം പോലെ അങ്ങനെ ചെയ്യുക. പിന്നെ നമുക്ക് ഈ പാകത്തിനത് ഇത് ഡൈനോസോറിൻ്റെ വാലിന് വേണ്ടിയാണ്. വാൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വാൽ നമ്മൾ ഇങ്ങനെ ഇതാണ്. പിന്നെ ഡൈനോസറിൻ്റെ മൗത്തിന് വേണ്ടി നമ്മൾ കത്രിക എടുത്തിട്ട് പിന്നെ ഇത് മൗത്തിന് വേണ്ടി കട്ട് ചെയ്തു. പിന്നെ നമ്മൾ കാലിന് വേണ്ടി ഈ ഭാഗം എടുക്കുവാണ്. പിന്നെ ഈ ഭാഗം എടുത്തിട്ട് നമ്മൾ ഇവിടെ അങ്ങോട്ട് ചെയ്യിപ്പിക്കും. പിന്നെ വാലിച്ചിട്ട് വലുതാക്കണമെങ്കിൽ ഈ കാലിൻ്റെ ഇച്ചിരി ഭാഗം എടുത്തിട്ട് അതിനെ വലുതാക്കാൻ പറ്റും. പിന്നെ ഒരു നന്നായിട്ടുള്ള വാല് കാണുന്നില്ലേ. പിന്നെ നമുക്കിത് ഇവിടെ ഒട്ടിക്കാം. പിന്നെ നമ്മളിത് ഇതിനെയും ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചിട്ട് അതുമാത്രമല്ല ഇത് ഇവിടെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ കൈകളൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ സർക്കിളാക്കിയിട്ട് 4 സർക്കിളാക്കിയിട്ട് പിന്നെ നമ്മളുടെ ഡൈനോസറിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ കണ്ടില്ലേ ഒരു ഗാണ്ട ലുക്കില്ലേ. ഇനി ഞാനെങ്ങനെ ഈ കാറിനെ ഡൈനോസറാക്കി മാറ്റുന്നത് ഇത് കാണിച്ചു തരാം. എന്ന് നോക്കുക, ഡൈനോസറിൻ്റെ കാല് വന്നല്ലോ. പിന്നെ മറ്റൊരു പിന്നെ വാല്, പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ കൈ, പിന്നെ വേറെ കൈ, പിന്നെ ഇതാ പിടിച്ചമ്മ. എങ്ങനെ ഡൈനോസർ നന്നായിട്ടില്ലേ? ഇപ്പം ഞാൻ നാളത്തെ വീഡിയോയിൽ സ്പൈഡർമാനാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം. പിന്നെ നാളത്തെ